ഈ ദൈവത്തിന്റെ മുമ്പിലെ വിശ്വസ്തതയാണ്. നമ്മൾ ആത്മശോധന ചെയ്യണം നമ്മുടെ രഹസ്യ ജീവിതത്തെ കുറിച്ച്. വിശ്വസ്തത എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ രഹസ്യ ജീവിതം പരിശോധിച്ച് ദൈവത്തിന് അനുഗ്രഹിക്കാൻ തക്ക പരിശുദ്ധി എത്രമാത്രമുണ്ടെന്ന് ആത്മശോധന ചെയ്യും. വിശ്വസ്തത എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട ആളാണ്. ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട ആളാണ്. ആ ദൈവമെല്ലാം കാണുന്നുണ്ട്, ദൈവമെല്ലാം അറിയുന്നുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ ദൈവം കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കും. ഹല്ലേലൂയ. ഇത് മനുഷ്യരെ പറ്റിച്ച് ആരും കാണുകയില്ല, ആരും കണ്ടുപിടിക്കുകയില്ല, ദൈവം അറിയുകയില്ല. ഇങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി ജീവിക്കുന്നു. അതിന് പറയുന്ന പേര് അവിശ്വസ്തതയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4:4 വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അപ്പൊ ഈ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക, ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ പറഞ്ഞാൽ നമ്മുടെ രഹസ്യ ജീവിതം പരിശോധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈശോ ഒരു വിഭാഗം ആൾക്കാരെ കപടനാട്യക്കാരെന്ന് വിളിക്കുന്നുണ്ട്. അവര് തെരുവേദികളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ കരകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ ഉപവാസം എടുക്കുന്നുണ്ട്, അവർ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ മുൻപില് അവർ നല്ല ആളുകളാണ്. എന്നാൽ ഈശോ അവരെ വിളിക്കുന്നത് കപടനാട്യക്കാരെന്നാണ്. അവരുടെ പുറമേയുള്ള ജീവിതം പോലെയല്ല അവരുടെ രഹസ്യ ജീവിതം എന്ന് പറയുന്നത്. പല കുടുംബങ്ങളുടെയും പല വ്യക്തികളുടെയും തകർച്ചയ്ക്കുള്ള കാരണം പുറമേ ഉള്ളതുപോലെയല്ല രഹസ്യ ജീവിതം. പുറമെ ആളുകളുടെ മുമ്പിൽ നല്ല ആളാണ്, നന്മ ചെയ്യുന്ന ആളാണ്, ഉപകാരം ചെയ്യുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ദൈവഭയമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ നിന്റെ രഹസ്യ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. രഹസ്യ ജീവിതം മുഴുവൻ പരിശോധിക്കുന്നവനാ കർത്താവ്. പലരുടെയും ഉള്ള് പരിശോധിച്ചിട്ടാണ് ദൈവം ആ വ്യക്തിക്ക് കൃപ തരുന്നത്. അതുകൊണ്ടാണ് യേശു തന്റെ പരസ്യ ജീവിത കാലത്ത് പിന്നിൽ വന്നിരിക്കുന്ന പാപിനിയായ സ്ത്രീയുടെ ഉള്ള് കണ്ടിട്ടാണ് മകളെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. ദേവാലയത്തിൽ ഭിക്ഷയിടുന്ന ആ സ്ത്രീ ചെമ്പ് നാണയം നിക്ഷേപിക്കുമ്പോൾ അവളുടെ ഉള്ളു കണ്ടിട്ടാണ് ഇവൾ എല്ലാവരെക്കാൾ അധികമായിട്ട് നിക്ഷേപിച്ചു എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ഉള്ളു പരിശോധിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം പരിശോധിച്ചാൽ നമ്മളെ അനുഗ്രഹിക്കാൻ തക്ക പരിശുദ്ധി നമ്മുടെ ഹൃദയത്തിനോട് പരിശോധിക്കും. ഒന്നാമത്തത് ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. ദൈവത്തിന്റെ മുമ്പിൽ എത്രമാത്രം കറയരുത്. അതുകൊണ്ടാണ് നഥാനിയേലിനെ കുറിച്ച് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഉള്ളിലൊരു കാപട്യമില്ല, ഉള്ളിലൊരു കപടതയില്ല. നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. തോമാസ് ശ്ലീഹായ്ക്ക് തന്നെ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ അവന്റെ ഭാഷ നമ്മൾ നേരത്തെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാമത്തെ അധ്യായത്തില് തോമാസ് ശ്ലീഹായുടെ നിർബന്ധമുണ്ട്, തോമാസ് ശ്ലീഹായുടെ ഒരു വാശിയുണ്ട്. ആ വാശിയോടുകൂടിയാണ് തോമാസ് ശ്ലീഹ എനിക്ക് ദൈവത്തെ കാണണമെന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയല്ല. ഇങ്ങനെ ഒരു ദൃഢ തീരുമാനം പറഞ്ഞ തോമാസ് ശ്ലീഹായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. കാരണം എന്താണ്? ഉള്ളില് കാപട്യമില്ല, പറഞ്ഞ ആളിന് കാപട്യമില്ല. എനിക്കിത് കാണണം, എനിക്ക് ഈശോയുടെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒരിക്കലും ഈശോ ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ട് മറ്റുള്ളവർക്ക് ഈ മുറിവുകളോടുകൂടിയല്ല കാണിച്ചത് ഈശോയുടെ കാണിക്കുന്നത്. മറ്റെല്ലാം പറയുന്നത് കാണിക്കുന്നത് ഈശോയുടെ മുറിവുകളോടുകൂടിയല്ല. തോമാസ് ശ്ലീഹായ്ക്ക് പറയാം, എനിക്ക് ആ കുരിശിൽ മരിച്ച് ഈശോയെ കാണണം, ആ മുറിവുകൾ എനിക്ക് കാണണം. ഇത് ഉള്ളിൽ നിന്നുള്ള ആഗ്രഹമാണ്, ഉള്ളിൽ നിന്നുള്ള ദാഹമാണ്. ഇത് ആത്മീയ ദാഹത്തിന്റെ അടയാളമാണ്. ആത്മീയ ദാഹത്തിന്റെ അടയാളമാണ്. അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ആ ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്ക്. അങ്ങനെയുള്ള ആ ആഗ്രഹത്തിന് മുമ്പില് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. നീ വാ, ഞാനിത് കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ നിന്ന് ആഗ്രഹത്തോടെ ദൈവത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ എളിമയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, വിശുദ്ധിയോടുകൂടി ഹൃദയത്തിൽ നിന്ന് അപേക്ഷിക്കുന്ന യാചനകൾക്ക് മുമ്പില് ദൈവം നിന്റെ ആഗ്രഹം സാധിച്ചു തരും. തോമാസ് ശ്ലീഹായുടെ ആഗ്രഹം ഹൃദയത്തിൽ നിന്ന് വന്നതാണ്.
നമ്മുടെ ഹൃദയത്തില് ആത്മാർത്ഥതയും സത്യവും ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നു. ശമരിയക്കാരി സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങള് ആരാധിക്കുന്നത് ആ മലയിലും ഇവിടെയൊക്കെയാണ്, അല്ലെ? അപ്പോൾ അവൾ ആരാധിക്കുന്നത് അങ്ങനെ, ഞങ്ങള് ശമരിയക്കാര് ആരാധിക്കുന്നത് ആ മലയിലും ഈ മലയിലും ഒക്കെയാണ്. ഇതാണ് അവരുടെ ആരാധന. പക്ഷെ പറയുന്നത് അതൊന്നും അല്ല ആരാധന. യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. ഹല്ലേലൂയ. ഉള്ളിൽ നിന്ന് വരുന്ന ആരാധനയാണ് യഥാർത്ഥ ആരാധന. ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന. ഹൃദയം നിറഞ്ഞുള്ള പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന. ഇല്ലാത്ത ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥനയില്ലെങ്കിൽ, ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥനയല്ല എങ്കിൽ, അതിന് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ടുള്ള ശക്തിയിലേക്ക് നയിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തത പുലർത്തുക, ദൈവത്തിന്റെ മുമ്പിൽ കറയറ്റ ജീവിതം നയിക്കുക. നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ എത്രമാത്രം കറയറ്റ ഹൃദയത്തോടെ, നിർമ്മലമായ ഹൃദയത്തോടെ, പരിശുദ്ധമായ ജീവിതത്തോടെ നിൽക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധി ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക. ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത. ഇതിന്റെ രണ്ടാമത്തെ ഒരു മേഖലയാണ് ഈ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിത്തീരുക. വിശ്വസ്തത. 10 പേരെ കുഷ്ഠരോഗികളായ 10 പേരെ കർത്താവ് സുഖപ്പെടുത്തി. പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരാൾ മാത്രം കർത്താവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ സുഖപ്പെടുത്തിയത് 10 പേരല്ലേ, നിനക്ക് മാത്രമല്ല. കാരണം അവന് ദൈവത്തെ വേണം, അല്ലെ? അവന് ദൈവത്തെ വേണം. ബാക്കി 9 പേർക്കും ദൈവത്തെ വേണം. സുഖപ്പെട്ടു കഴിഞ്ഞപ്പോ ദൈവത്തെ വേണ്ട. ഇത് പലരുടെയും ഒരു ആത്മീയ സ്ഥിതിയാണ്. ജോലി കിട്ടുന്നോളം വരെ ദൈവത്തെ വേണം, കല്യാണം നടക്കുന്നോളം വരെ ദൈവത്തെ വേണം, വിസ ശരിയാകുന്നോളം വരെ ദൈവത്തെ വേണം, പ്രാർത്ഥനാ കാര്യങ്ങള് ഓപ്പറേഷൻ നടക്കുന്നോളം വരെ ദൈവത്തെ വേണം, മക്കൾ ബിസിനസ് ശരിയാകുന്നോളം വരെ ദൈവത്തെ വേണം. കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ വേണ്ട. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഈ സമരക്കാരൻ എന്താ, അവന്റെ ജീവിതത്തിൽ അവന് സൗഖ്യം കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ അവന് കിട്ടിയൊരു ബോധ്യമാണ്, എനിക്ക് നീ എന്റെ ജീവിതത്തിൽ ദൈവത്തെ വേണം. പലരുടെ ആത്മീയ തകർച്ചയ്ക്ക് കാരണം ജീവിതത്തിൽ ദൈവാനുഭവം കിട്ടിയിട്ട് ദൈവത്തെ വേണ്ട എന്നുള്ള അവിശ്വസ്തതയുടെ മേഖലയാണ്. പലരുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാകുന്നുണ്ട്. ഞാനിവിടെ ഒരിക്കലും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. ഈ ആദ്യത്തെ തോമാശ്ലീഹായുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടു മാത്രം വിശ്വസിക്കുന്നത്. ഒരു സൗഖ്യപ്പെട്ടാൽ മാത്രം ഞാൻ പള്ളി വരാം, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നാൽ മാത്രം ഞാൻ ബുധനാഴ്ച വരാം, പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ആദ്യ വെള്ളിയാഴ്ച വരാം. ഈ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഹല്ലേലൂയ. അതിനുവേണ്ടിയല്ല ഈശോ നിങ്ങൾക്ക് സൗഖ്യത്തിൽ. അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നതിന്റെ പേരിലല്ല നീ ദൈവത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അത് ദൈവാനുഭവമല്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നതിന്റെ പേര് മാത്രം ദൈവത്തെ സ്നേഹിക്കും. അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ അത്ഭുതമാണ്, ഇനി എനിക്ക് ദൈവമില്ലാതെ ജീവിക്കാൻ പറ്റിയത്, ഇനി എനിക്ക് ദൈവമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ദൈവമില്ലാതെ അങ്ങനെ കൂടാതെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയല്ലോ ഈശോ പറയുന്നു. വേറൊരു രൂപമാണ്, ഈശോയെ കൂടാതെ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റിയത്. ഒരു ദിവസം പറയുന്നില്ലേ, എനിക്ക് ഇനി ജീവിതം ക്രിസ്തുവും. അതിന്റെ അർത്ഥം എന്താണ്? ഇനി എനിക്ക് ഒറ്റ കാര്യം മതി ജീവിതത്തിൽ, ഈശോ മതി. ഹല്ലേലൂയ. ഈശോയെ സ്വന്തമാക്കിയാൽ മതി, യേശുവിന് വേണ്ടി ജീവിച്ചാൽ മതി, യേശു മാത്രം മതി. ഇത് വിശ്വസ്തതയാണ്, ദൈവാനുഗ്രഹത്തിൻ്റെത്. പലരുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ട്. ആളുടെ വിശ്വാസം അവിടെ. മക്കളുടെ കാര്യം നടക്കുന്നുണ്ട്, സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടുന്നുണ്ട്, ഭൗതിക മേഖലയിൽ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട്. വിശ്വാസം അവിടെ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. മക്കൾ പോയിട്ട് നിന്റെ അവസ്ഥ എവിടെ? നിന്റെ ആത്മീയ ജീവിതം എവിടെ? നിന്റെ വീടൊക്കെ പണിത് ഭൗതിക ഒത്തിരി നേട്ടം ഉണ്ടായി, നിന്റെ ആത്മീയത എവിടെ? കഴിഞ്ഞ കാലങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന, ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചിരുന്ന, മണിക്കൂറുകളോളം കൊന്നയിലിരുന്ന, പരിശുദ്ധ കുർബാന കരഞ്ഞ് പ്രാർത്ഥിച്ച നിന്റെ ആത്മീയ സ്ഥിതി എവിടെ? ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. അനുഗ്രഹം നമ്മളെ നാശത്തിലേക്ക് നയിക്കരുത്, അനുഗ്രഹം നമ്മളെ ആത്മീയ തകർച്ചയിലേക്ക് നയിക്കരുത്. അനുഗ്രഹം. അതുകൊണ്ടാണ് ഈശോ താൻ ഏറ്റവും കൂടുതൽ അത്ഭുതം പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. ഇതൊക്കെ പേര്: കൊറാസിൻ, നിനക്ക് ദുരിതം; ബെത്സയിദ, നിനക്ക് ദുരിതം. അവിടെ ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ചതാണ്. കഫർനാമ് ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ച, പക്ഷേ അത്ഭുതം മാത്രം തുടർന്നു, മാനസാന്തരം അത്ഭുതം മാത്രമുണ്ട്, ഒന്നുമില്ല. ആളിന്ന് പല വഴിയാണ്, ആളിന്ന് പഴയ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാണ്.
ഹല്ലേലൂയ. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈശോയെ അറിഞ്ഞു, സ്വന്തമാക്കി, യേശുവിനെ സ്വീകരിച്ചു, വിശ്വസിച്ചു, എല്ലാം ഉണ്ട്. അതിനുശേഷം ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് തകർച്ച മുഴുവൻ മാറുന്നില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ അച്ഛൻ ഞാനെല്ലാം വിട്ടുപോകുന്നെങ്കിലും അവരുടെ ഭഗവത്ഗീത ഇരിപ്പുണ്ട്, മറ്റേ ഒരു ദേവനും കൂടെ ഇരിപ്പുണ്ട്, അതെനിക്ക് മാത്രം ഉപേക്ഷിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മാത്രം എനിക്ക് വിടാൻ പറ്റത്തില്ല. ദൈവത്തോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതം കറയറ്റതായി തീരണം. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. രണ്ടാമത്താണ് ഈ മനുഷ്യരോടുള്ള വിശ്വസ്തത. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45 മുതലുള്ള തിരുവചനങ്ങളില് ഈ താലന്തുകളുടെ ഉപയോഗം അതിനകത്ത് പറയുന്നു. 5 താലന്തും 10 താലന്തും വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ വ്യക്തിയാണ്. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ നിന്നെ ഞാൻ അനേകം കാര്യങ്ങൾ ഏൽപ്പിക്കും. ഹല്ലേലൂയ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തത. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ഭാര്യയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. മാതാപിതാക്കന്മാരെ, മക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊരു വചനം മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 25 പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ. നന്മ നിറഞ്ഞ പറയുന്നേ സുസ്തി, തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ വൃത്തി ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന വൃത്തി ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ വൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരുമെന്ന് പറഞ്ഞ് തന്റെ സഹവൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയ ഉദ്ദേശിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടുകാരുടെ കൂടെ തള്ളുകയും ചെയ്യും. അവൻ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീട്ടിലേക്ക് കൊടുക്കേണ്ട പണം മദ്യഷാപ്പുകൾ കൊണ്ടേ കൊടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഒന്നും കുഴപ്പമൊന്നുമില്ല. മക്കളുടെ മുമ്പില് മക്കളെ വിശുദ്ധിയോടുകൂടി വളർത്തേണ്ടതിന് പകരം പല വഴികളിലുള്ള പാപ വഴികളിലൂടെ, ഇതാണ് വചനം പറയുന്നത്. എന്നാൽ ദുഷ്ടനായ വൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരുമെന്ന് പറഞ്ഞ് സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കും. ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, അപ്പന് ഉത്തരവാദിത്വമുണ്ട്, മാതാപിതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്, അധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതിനോട് വിശ്വസ്തത കാണിക്കണം. ജീവിത പങ്കാളിയോട് വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ ജീവിത പങ്കാളിയല്ല കണക്ക് ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? ദൈവമാണ്. മക്കളോട് വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ മക്കളല്ല കണക്ക് ചോദിക്കുന്നത്, ദൈവമാണ് കണക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ചില വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പേടി വരും. അതിലൊരു വചനമാണ് ഞാൻ ഈ അടുത്ത നാളുകളിൽ ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ വചനം കേട്ട് കെട്ടി. ജ്ഞാനത്തിന്റെ പുസ്തകത്തിലാണ് 4:20. തങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവർ ഭയജഗതരായിട്ടും അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും. ഹല്ലേലൂയ. തൊട്ട് മുമ്പ് 4:6 ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായി വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കന്മാർക്കെതിരെ തിന്മയുടെ സാക്ഷികളായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ വിശ്വസ്തത, നമ്മുടെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത കാട്ടിയിട്ടില്ലെങ്കിൽ ഭാര്യയല്ലാതെ മറ്റു സ്ത്രീകളുടെ ഭർത്താവല്ലാതെ മറ്റു പുരുഷന്മാർ, ഇവരാരുമല്ല നിങ്ങളോട് കണക്ക് ചോദിക്കുന്നത്. നിങ്ങളോട് കണക്ക് ചോദിക്കുന്നത് ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. മക്കളെ വേണ്ട രീതി വളർത്താതെ, മക്കളെ നല്ല രീതിയിൽ നോക്കാതെ, മക്കളെ ദൈവഭക്തിയിൽ വളർത്താതെ ജീവിച്ചു കഴിഞ്ഞാൽ മക്കളല്ല കണക്ക് ചോദിക്കുന്നത്, ദൈവ കണക്ക് ചോദിക്കുന്നത്. ഹല്ലേലൂയ. അതൊരു വിശ്വസ്തതയുടെ മേഖല. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എനിക്കിഷ്ടമുള്ള പോലെ മക്കളെ വളർത്താം, എനിക്കിഷ്ടമുള്ള പോലെ എന്റെ ഭാര്യയോട് പെരുമാറും,
എനിക്കിഷ്ടമുള്ളതുപോലെ എന്റെ ഭർത്താവിനോട് പെരുമാറും, എനിക്കിഷ്ടമുള്ളതുപോലെ കിട്ടുന്ന പൈസ കൊണ്ട് ചെലവാക്കി. അതല്ല നമ്മൾ കണക്ക് കൊടുക്കല്ലോ ഒരു ദൈവത്തിന്. ഹല്ലേലൂയ. അതാണ് ഈ മദ്യപാന്മാരുടെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം തന്നെ ശിക്ഷിക്കും. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അത് ഒരു വിശ്വസ്തതയുടെ മേഖലയാണ്. ദൈവം വിശ്വസ്തത പരിശോധിക്കുന്ന മേഖലയാണ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ സ്ഥാപനത്തോട് കാണിക്കേണ്ട വിശ്വസ്തതയുണ്ട്. ഒരു വ്യക്തിയുടെ സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയോട് കാണിക്കേണ്ട വിശ്വസ്തതയുണ്ട്. ഇതെല്ലാം ദൈവമാണ് കണക്ക് ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശുപത്രിയിലെ സാധനങ്ങളിലൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരിക, മറ്റുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മോഷ്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക, ഇതിനെല്ലാം ദൈവത്തിന്റെ മുമ്പിലാണ് കണക്ക് കൊടുക്കേണ്ടത്. വിശ്വസ്തത ഒന്ന് ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. രണ്ടാമത്തത് ഈ മനുഷ്യരോട് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളോടുള്ള വിശ്വസ്തതയാണ്. മൂന്ന്, നമുക്ക് ഉത്തരവാദിത്തമുള്ള മേഖലകളോടുള്ള വിശ്വസ്തതയാണ്. ഈ വിശ്വസ്തത കാണിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ജോസഫ് പുത്തിഫറിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ വിശ്വസ്തതയുടെ അടയാളമാണ്. അവിടെ പാപം ചെയ്യാൻ അന്തരീക്ഷം ഉണ്ടായിട്ട് അവിടുന്ന് ഇറങ്ങി ഓടുവാണ്. വിശ്വസ്തതയെ വെള്ളച്ചേർത്തിട്ട് അവിടുന്ന് ഇറങ്ങി ഓടുവാണ്. ആ സ്ഥലത്ത് നിൽക്കുന്നില്ല വിശ്വസ്തത. മോശയെ കുറിച്ച് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ഭവനത്തില് അവൻ വിശ്വസ്തനാണ്. ഏൽപ്പിച്ച ഉത്തരവാദിത്വം മുഴുവൻ ചെയ്യും. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ദൈവം തള്ളിക്കളഞ്ഞ ചില വ്യക്തികളുണ്ട്, അവിശ്വസ്തത കാട്ടും. പഴയ നിയമത്തില് നോഹയെ കുറിച്ച് പറയുന്നു. നോഹയുടെ സമയത്ത് നോഹ ആ തലമുറയിലെ കറയറ്റ മനുഷ്യനാണ്. ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. നോഹ വിശുദ്ധിയുള്ളതെന്ന് പെട്ടകത്തിൽ പ്രവേശിച്ചു. അവനും എന്റെ മക്കളും ഒക്കെ രക്ഷപ്പെട്ടു. അതിനുശേഷം പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി അവൻ ദൈവത്തിന് ബലിയർപ്പിച്ചു. പക്ഷെ അവസാന ഒരു കാര്യമുണ്ട്. നോഹയുടെ ജീവിതത്തിൽ വലിയൊരു തിന്മയുടെ മേഖല. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫത്ത് എന്നിവരായിരുന്നു. ഹാമാനായിരുന്നു കാനിന്റെ പിതാവ്. നോഹ ഭൂമി കൃഷി ചെയ്യാൻ തുടങ്ങി. അവൻ ഒരു മുന്തിരിത്തോട്ടം വച്ചു പിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തന്റെ സഹോദരന്മാരോട് പറയുകയും ചെയ്തു. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തന്റെ തോളിലിട്ട് പുറകോട്ട് നടത്തിയെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവൻ മുഖം തിരിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തതെന്ന് അറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെട്ടു. നോക്കണം, കാരണം തലമുറയിലെ കറയറ്റ ആളാണ്. ദൈവത്തിന്റെ മാർഗത്തിൽ നടന്ന ആളാണ്. അതിനുശേഷം പേടകത്തിനകത്ത് 40 ദിവസവും ദൈവം നയിച്ചതൊക്കെ അറിഞ്ഞതാണ്. സുഖമുണ്ടായി, ഒത്തിരിയധികം അഭിവൃദ്ധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ മത്തി പിടിച്ച് ലഹരി കെട്ട് മകനെ ശപിക്കേണ്ട വിധത്തിലേക്ക് എത്തി. ഹല്ലേലൂയ. അവിശ്വസ്തതയാണ്. ബൈബിളിലെ ആദ്യത്തെ പുരോഹിതനുണ്ട്. ആരാണ് ആദ്യത്തെ പുരോഹിതൻ? അഹറോൻ. അഹറോന് വിശിഷ്ട വസ്ത്രം, തലയിൽ ഒരു തകിടുകൾ വെച്ചിട്ടുണ്ട്. അഭിഷിക്തനെന്ന് പേര് കൊടുത്തു. സംസാരിക്കാൻ നല്ല കഴിവുണ്ട്. മോശയ്ക്ക് വേണ്ടാൻ കഴിവില്ല. സംസാരിക്കുന്നത് മുഴുവൻ അഹറോനാണ്. ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ. പക്ഷെ ഈ അഹറോന് കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ദൈവം മോശയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനത്തിന്റെ പാപത്തിന് ജനത്തെ വിട്ടുകൊടുത്തു. പാപം ചെയ്യാനായിട്ട് ഹല്ലേലൂയ. കാനാൻദേശത്ത് പ്രവേശിക്കുന്നില്ല. മലയുടെ മുകളിൽ നിന്ന് ദൈവം തന്നെ ഇട്ട വസ്ത്രം കൂലി വാങ്ങിച്ചു അങ്ങനെ കൊടുത്തു. കാരണം അവിശ്വസ്തതയാണ്. എല്ലാം കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹം കിട്ടിയതിന്റെ പേരിൽ എന്നും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി സ്വർഗത്തിൽ പോകുന്ന ആരും വിചാരിക്കരുത്. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ച ആളാണ്, അനുഗ്രഹ ദർശനങ്ങൾ കിട്ടിയ ആളാണ്, അഭിഷേകമുള്ള ആളാണ്, കൃപയുള്ള ആളായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരില് വെറുതെ പോകണം യാതൊരു നിർബന്ധമുണ്ട്. എല്ലാം മരണം വരെ വിശ്വസ്തരല്ലേ? മരണം വരെ വിശ്വസ്തരായിരിക്കുക. വെളിപാടിന്റെ പുസ്തകം എന്താണ്? മരണം വരെ നീ വിശ്വസ്തനായിരിക്കുക, നിനക്ക് ജീവന്റെ കിരീടം നൽകപ്പെടും. ഹല്ലേലൂയ. കല്യാണം കഴിക്കുന്നതോളം വരെ മാത്രമല്ല വിശ്വസ്തത, അല്ലെങ്കിൽ ആരോഗ്യമുള്ളതോളം വരെ മാത്രമല്ല വിശ്വസ്തത, ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല വിശ്വസ്തത. വിശ്വസ്തത നീ മരണം വരെ വിശ്വസ്തത കാണും. വിശ്വസ്തനായിട്ട് തീരുന്നു. ഹല്ലേലൂയ. അവർക്കാണ് ദൈവം കിരീടം തരുന്നത്. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് 7 അടയാളങ്ങളാണ്. 7 അടയാളങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തത് ആത്മീയ ദാഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ ധ്യാനത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവർ പറയണം, നമ്മുടെ ചേട്ടാ ചേച്ചി പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ 7 അടയാളങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തത് ആത്മീയ ദാഹം. രണ്ടാമത്തെ എന്താണ്? ദൈവാശ്രയം. മൂന്നാമത്തെ എന്താണ്? ആന്തരിക സമാധാനം. നാലാമത്തത് എളിമ, ഹൃദയാളിത്വം എന്ന് പറയും.
അഞ്ചാമത്തത് പ്രത്യാശ, ആറാമത്തത് ഐക്യം, ഏഴാമത്തത് വിശ്വസ്തത. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? ആത്മീയ ദാഹം. രണ്ടാമത്തത് ദൈവാശ്രയം. മൂന്നാമത്തത് ആന്തരിക സമാധാനം. നാലാമത്തത് ഹൃദയകാഠിന്യം. അഞ്ചാമത്തത് പ്രത്യാശ. ആറാമത്തത് ഐക്യം. ഏഴാമത്തത് വിശ്വസ്തത. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അതുപോലെ എഴുന്നേൽക്കുന്നു. നമുക്ക് കാഴ്ച ഇന്ന് ഞങ്ങളോട് ഈ വചനം നൽകിയ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയെ ജീവിക്കാനായിട്ട് ഒരിക്കൽ നന്ദി പറഞ്ഞ് ഹൃദയത്തിൽ വിശുദ്ധിയുള്ള